അപ്പോൾ ഇപ്പോൾ ഒരു വലിയൊരു ഡ്രാഗൺ ഫ്രൂട്ട്സ് തോട്ടത്തിലാണ് ഉള്ളത് മലപ്പുറത്ത് തന്നെ. മലപ്പുറത്ത് വരുന്നത് മക്കരപ്പറമ്പിൻ്റെ അടുത്ത് തന്നെ സനാബിൽ നഗറാണ്. അപ്പോൾ നമ്മൾ പാലക്കോട്ട വീഡിയോ ഓൾറെഡി എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇത് ഉമ്മർ എന്ന് പറഞ്ഞ ആളാണ് ഇത്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വലിയൊരു തോട്ടം തന്നെയാണ്. നമ്മൾ ഓൾറെഡി കാസർഗോഡിൽ എടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മുടെ അബ്ദുൽ കാക്കൻ്റെ. അപ്പോൾ അത് അവിടെ നിന്ന് നമ്മൾ നല്ല രീതിയിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് അവരും ഇവിടെ വന്നിട്ടുണ്ട്. ഇത് വലുത്, അതിനേക്കാൾ ഒരുപാട് പഴക്കമുള്ള ചെടികളാണ്. അപ്പോൾ ഒരുപാട് കായ്കളുണ്ട്, കായ്കൾ ഒരുപാട് പറിച്ചിട്ടുണ്ട്, ഇപ്പം പറിച്ചുകൊണ്ടേയുണ്ട്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അത്ര വലിയ ഏക്കറക്കണക്കിന് തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് അപ്പോൾ കണ്ടില്ലേ, ഇതന്നെ നിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. ഈ തൈക്കുള്ള പ്രത്യേകത ഇത് തന്നെയാണ്. ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. നമുക്ക് ഏത് ഭാഗത്ത് നോക്കിയാലും ഡ്രാഗൺ ഫ്രൂട്ട്സ് ഇങ്ങനെ ഉണ്ടായതും പറിച്ചതും, അതായത് പൂക്കളുള്ളതുപോലെ കാഴ്ചകളാണ്. പൂക്കൾ രാവിലെ ഉണ്ടാവാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയൊരു സംഭവമാണ്. കായ്കൾ രാവിലെ പറിച്ചിട്ടുണ്ട്. ഈ കായ്കൾ ഉള്ളത് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്, മേലെയുണ്ട്. പക്ഷേ കായ്കളില്ലെങ്കിലും ഈ തൈക്ക് തന്നെ ഒരു ഭംഗി തന്നെയാണ്. ഈ മുള്ളുള്ള ഈ തൈയിൽ നല്ല ഫലപുഷ്ടയിൽ ഇത് വളരെ ഔഷധ മൂല്യമുള്ള ഒരു സാധനം തന്നെയാണ്. ഷുഗറിനെല്ലാം വളരെ നല്ലതാണ്. കൽക്കത്ത. അപ്പൊ കൽക്കത്തയുള്ള ഒരു ഹിന്ദിക്കാരൻ, നമ്മളെ ബംഗാളി എന്ന് പറയുന്നവർ, നമ്മളെല്ലാ ജോലിക്കും ബംഗാളികളായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിയിലും അവർ തന്നെയാണുള്ളത്. അപ്പോൾ ഇത് പറിച്ചെടുക്കുന്നു. കിളികൾ നാശം വരുത്തുന്നത് കൊണ്ടാണ് കുറച്ച് നേരത്തെ പറിക്കുന്നത്. ഇത് പിന്നെ ഏകദേശം 10 ദിവസം വരെ നമുക്ക് ഷോപ്പിലെത്തിയ പറയണത്. ഇപ്പൊ ഇത് കട്ട് ചെയ്ത് വെക്കണത് രാത്രി നല്ല കളർ വരുന്നതാണ് പറഞ്ഞത്. അതെ, 2 ദിവസം കഴിയുമ്പോൾ കളർ മാറും. അപ്പൊ ഇപ്പോഴേ നമ്മൾ ഇത് പറിച്ച് ഷോപ്പിൽ എത്തിച്ചാൽ മാത്രമേ അവർക്ക് ലാഭമുള്ളൂ. അതുകൊണ്ട് അവർ നേരത്തെ പറിക്കുന്നു. പിന്നെ കിളികൾ ആക്രമിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ 10 ദിവസം കഴിഞ്ഞ് വരെ നമുക്ക് വീട്ടിൽ കൊണ്ടുവച്ചാൽ 10 ദിവസം 6 ദിവസം വരെ നിൽക്കും. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നോരോന്ന് പറിക്കുന്ന ഇതാണ് കണ്ടത്. അപ്പോൾ നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ 3 തരത്തിലുള്ള ഫ്ലേവർ ഉണ്ടെന്നാണ് പറഞ്ഞത്. 3 തരത്തിലുള്ള ഫ്ലേവർ: മഞ്ഞ, റോസ്, അതുപോലെ നല്ല ഡാർക്ക് പിങ്ക്. അപ്പോൾ ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. ഞാൻ കഴിച്ചത് ആകെ ഒരു പിങ്ക് വയലറ്റ് നിറത്തിലുള്ളത് ഞാൻ കഴിച്ചിട്ടുള്ളൂ. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മഞ്ഞ എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കണം എന്നുണ്ട്. ആഗ്രഹം കിട്ടിയാൽ കഴിക്കാത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കായ്കൾ കൂടുതൽ പറിക്കാത്തൊരു ഭാഗമാണ്. കുറച്ചുണ്ട്, എന്നാലും കുറേ പറിച്ചിട്ടുണ്ട്. ഇതങ്ങനെയാണ്, രാവിലെയാണ് പറിക്കുക. അപ്പോൾ ഇതൊരു 28 ദിവസം 30 ദിവസത്തിനുള്ളിലാണ് ഒരു പൂത്തിട്ടൊരു കായ ആവുന്ന സമയം.
അത് നിങ്ങൾ ചിലപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇത് ഇവിടെ വരുന്നത് നമ്മൾ ലൊക്കേഷനെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് വാങ്ങിക്കാൻ പറ്റുന്നതായിരുന്നു. അത് നല്ല ഭംഗിയാണ്. പൂവ് രാവിലെ 7-7:30 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് വാടിപ്പോകും, 8 മണിനുള്ളിൽ വാടിപ്പോകും. പിന്നെ ഈ കായ് ഉണ്ടാകുമ്പോൾ 28 ദിവസം. നമുക്ക് ഇതിൻ്റെ തൈകളും അതുപോലെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ എന്തെല്ലാം ഡീറ്റെയിൽസും നല്ല ഉള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അതെല്ലാം വാങ്ങിക്കാൻ പറ്റും മറ്റും. അപ്പോൾ ഫലവൃക്ഷങ്ങളും വാങ്ങാം, വൃക്ഷങ്ങളും വാങ്ങാം, നമുക്ക് ഫ്രൂട്ട്സും ഇവിടുന്ന് മറ്റും വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം.